കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറ്റാൻ തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ നീക്കം ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും ചില മാധ്യമങ്ങളും നടത്തുന്നത് വ്യാജ പ്രചാരണമെന്ന് വിദഗ്ധർ. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കടലിലേക്ക് നീരൊഴുക്ക് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മണൽ നീക്കം ചെയ്യുന്നത്. ഇതിനെയാണ് കരിമണൽ ഖനനം എന്ന പേരിൽ വലതുപക്ഷ മാധ്യമങ്ങളടക്കം വ്യാജ പ്രചാരണം നടത്തുന്നത്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്ന ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ 2008 കുട്ടനാട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടനാട് പാക്കേജിൽ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാണിത്. തോട്ടപ്പള്ളിയിലെയും മറ്റും മണൽ നീക്കം ചെയ്ത് ലീഡിംഗ് ചാനലിൻ്റെ വീതി വർദ്ധിപ്പിച്ച് നീരൊഴുക്ക് ശക്തിപ്പെടുത്തണമെന്നായിരുന്നു പ്രധാന നിർദ്ദേശം. എന്നാൽ അന്നത് പാലിക്കപ്പെട്ടില്ല. 2018 പ്രളയത്തിൽ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിപ്പോകാൻ കാരണം തോട്ടപ്പള്ളി വഴിയുള്ള നീരൊഴുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. തോട്ടപ്പള്ളി പുഴിമുഖത്തിന് 30 മീറ്റർ മാത്രമായിരുന്നു അന്നത്തെ വീതി. എന്നാൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടും കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴാത്തതിന് കാരണം തോട്ടപ്പള്ളി പുഴിമുഖം മുറിക്കാത്തതാണെന്ന് കണ്ടെത്തി. 2018 പ്രളയത്തിന് ശേഷമാണ് IIT പഠന റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളി പുഴിമുഖത്തിൻ്റെ മണൽ നീക്കം ചെയ്ത് വീതി 30 മീറ്ററിൽ നിന്നും 300 മീറ്ററാക്കി ഉയർത്തിയത്. ഇതിനുശേഷം 2019 20 സമാനമായ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടും കുട്ടനാടിനെ അത് ബാധിച്ചില്ല എന്നാണ് സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും ഗവേഷകനുമായ ഡോക്ടർ പത്മകുമാർ പറയുന്നത്. 2018 ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പ്രയാസത്തിലായിരുന്നു. കാരണം നനച്ചിരിക്കാതെ വെള്ളം ഉയരുന്നു, വെള്ളം ഒഴുകിപ്പോകേണ്ട സ്ഥലത്ത് അടഞ്ഞിരിക്കുന്നു. അന്ന് എല്ലാവരും ക്യാമ്പുകളിലാണ്, യന്ത്രങ്ങൾ കിട്ടാനില്ല, തുറക്കാൻ സൗകര്യമില്ല. അന്ന് വെട്ടിപ്പൊളിക്കുകയാണ്. വളരെ പ്രയാസം ഉണ്ടാക്കിയൊരു സാഹചര്യം. വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രധാനപ്പെട്ട തടസ്സമായത് അങ്കലാപ്പിലായിരുന്നു ആളുകൾ. കാരണം വെള്ളം ഒഴുകിപ്പോകുന്നില്ല. 2018 ശേഷം അത് പുഴിമുഖം പൂർണ്ണമായിട്ട് തുറന്നു. അതുകൊണ്ടാണ് 2019 20 പ്രളയത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞത്. തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്ത് വീതി വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് കുട്ടനാട്ടിലെ ജനങ്ങളെയും നെൽകൃഷിയുമടക്കം സർക്കാരിന് സംരക്ഷിക്കാൻ സാധിച്ചത്. ഇത്തരത്തിൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളെ തുടർന്ന് മണൽ നീക്കം ചെയ്യുന്നതിനെയാണ് പ്രതിപക്ഷം കരിമണൽ ഖനനം എന്ന പേരിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.